ശബരിമലയിലേക്കുള്ള യാത്രയിൽ സാധാരണ അയ്യപ്പ ഭക്തൻ്റെ ആഗ്രഹം വിരിവയ്ക്കാനിടം, ശുദ്ധജലം, അന്നം, സുഖദർശനം. അന്നദാനപ്രഭുവായ ശബരിഗിരീശൻ്റെ സന്നിധിയിലെത്തുന്ന ഭക്തർക്ക് പമ്പയിലും സന്നിധാനത്തും 3 നേരവും സൗജന്യ ഭക്ഷണം ദേവസ്വം ബോർഡ് നൽകി വരുന്നു. ഒരേ സമയം 5000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്നതാണ് സന്നിധാനത്തെ അന്നദാന മണ്ഡപത്തിൻ്റെ പ്രത്യേകത. 5000 പേർക്ക് 30 മിനിറ്റ് കൊണ്ട് ഭക്ഷണം തയ്യാറാക്കാൻ കഴിയുന്നതുമായ അത്യാധുനിക അടുക്കളയോടുകൂടിയ അന്നദാന മണ്ഡപമാണ് സന്നിധാനത്തുള്ളത്. ആന്ധ്ര, കർണാടക, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് രുചിഭേദമനുസരിച്ചുള്ള ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. അന്നദാന മണ്ഡപത്തിൽ പുലർച്ചെ കടുങ്കാപ്പി ഉണ്ടാകും. 24 മണിക്കൂറും ചൂടുവെള്ളം ലഭ്യമാണ്. ശബരിമലയിൽ വർഷങ്ങളായി സൗജന്യ അന്നദാനം നൽകിയിരുന്ന ഭക്തസംഘടനകൾക്ക് കോടതി വിലക്കുള്ളതിനാൽ മലയിലെത്തുന്ന മുഴുവൻ അയ്യപ്പ ഭക്തർക്കും ദേവസ്വത്തിൻ്റെ അന്നദാന മണ്ഡപത്തിലൂടെ ഭക്ഷണം നൽകി വരുന്നു. പമ്പയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയതും 1000 പേർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതുമായ അന്നദാന മണ്ഡപം സജ്ജീകരിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ അന്നദാന മണ്ഡപമാണ് ശബരിമലയിൽ പണിതീർത്തിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളുള്ള അടുക്കളയാണ് മറ്റൊരു പ്രത്യേകത. 2 നിലകളുള്ള ഈ കെട്ടിടത്തിൽ 15000 പേർക്കുള്ള ഭക്ഷണം പാകം ചെയ്യാനുള്ള ക്രമീകരണവുമുണ്ട്. ശബരിമലയിലേക്കെത്തുന്ന അയ്യപ്പ ഭക്തർ വിളിക്കുന്ന ശരണത്തിലൊന്നാണ് അന്നദാന പ്രഭുവേ ശരണമയ്യപ്പ എന്നാണ്.